ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റമീസ് കിച്ചൺ വ്ളോഗ്. വെള്ളയപ്പം, ചപ്പാത്തി, നൂലപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ടക്കുറുമ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായതും ഇതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് ചെറുതായി ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും കൂടി ചേർത്ത് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും എല്ലാം പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 തണ്ട് കറിവേപ്പില കൂടി. ഈ കറിക്ക് എരിവ് കൊടുക്കുന്നത് പച്ചമുളകാണ്, മുളക് പൊടി ഞാൻ ചേർക്കുന്നില്ല. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സവോള കനം കുറച്ച് അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണേ. സവോള വഴറ്റുന്ന സമയത്ത് നമുക്ക് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടുക. ഇതിലേക്കൊരല്പം ഉപ്പ് കൂടി ചേർത്ത് നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് പൊടിയായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി കുറച്ച് അധികം ഇടണം കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറത്തക്ക രീതിക്ക് നല്ലപോലെ വഴറ്റിയെടുക്കണം. പൊടികൾ ചേർത്തുന്ന സമയത്തും ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടതായിട്ട്. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ 2 തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ഉടയത്തക്ക രീതിക്ക് നമ്മൾ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണേ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാള വഴറ്റിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടായിരുന്നു. നോക്കിയതിന് ശേഷം മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതിലേക്ക് നാളികേരത്തിൻ്റെ 2ാം പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാല് ചേർത്ത് ചെറിയൊരു തിള വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ചേർത്താതെ എടുത്ത 1ാം പാല് കൂടിയുണ്ട്. ഇത് ചെറുതായി ഒന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾ 1ാം പാല് ചേർത്ത് കൊടുക്കേണ്ടതായിട്ട്. ഇനി നമുക്ക് 1ാം പാല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കറി കുറച്ച് ലൂസായി ഇരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ.